ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി നൽകിയതായും 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചുവെന്നും പെഷേഷ്കിയാൻ പറഞ്ഞു. രാഷ്ട്രം വീരോചിതമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങൾ നൽകാൻ ആദിൽ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ആദിൽ, കാത്തിരുന്ന സമാധാന വാർത്ത എത്തുകയാണോ? അസിത സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ തന്നെ ഈ വാർത്ത ലോകത്തോട് അറിയിക്കുകയാണ്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട്, വലിയ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഇറാൻ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയാണ്. നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കടന്നുപോകുന്ന പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം, ഇറാൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ടെഹ്റാനിൽ വൻ ജനാവലിയാണ്, വലിയ റാലികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ വിജയം എന്ന രീതിയിലുള്ള വലിയ ആഘോഷ പ്രകടനങ്ങൾ ഈ സീസ് ഫയറോടനുബന്ധിച്ച്, ഈ ഒരു പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കൂടി നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവോരങ്ങളിൽ നിറഞ്ഞു നിന്ന് ഈ പറയുന്ന സീസ് ഫയറിനെയും ഈ യുദ്ധാവസാന പ്രഖ്യാപനത്തെയും വരവേറ്റിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പുറത്തു വരികയാണ്. ഇറാൻ ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇസ്രായേൽ പറയുന്നത് ഇറാനെതിരെയുള്ള റെസിസ്റ്റൻസുകൾ തുടരുമെന്നുള്ള നിലയ്ക്ക് പറയുന്നുണ്ട്. അതായത് ഏറ്റവും ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇറാനെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമായി തന്നെ തുടരും എന്നുള്ള കാര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അസിത, അതിൽ ആത്യന്തികമായി യുദ്ധം ആർക്കും ജയങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഈ സംഘർഷം അവസാനിക്കുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ലക്ഷ്യം നേടി, അല്ലെങ്കിൽ തങ്ങൾ വിജയിച്ചു എന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അല്ലേ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ഇസ്രായേൽ ആകട്ടെ എന്താണോ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചത് അത് നേടി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ മുൻപ് തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്നലെ ഈ ഖത്തറിലെ അടക്കം അമേരിക്കയുടെ ബേസുകളിലേക്ക്, സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ അതാകാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജയത്തിലേക്ക് പോയി ഒരു ആധിപത്യം യുദ്ധത്തിൽ നേടാനായി എന്നൊരു പ്രതികരണത്തിലേക്ക് എത്താൻ കാരണമല്ലേ? തീർച്ചയായിട്ടും അസിത, ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള 2 അജണ്ടകളും, അതായത് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ആണവ പരീക്ഷണ സംവിധാനത്തെ, ഇറാൻ്റെ ആണവ പരീക്ഷണ സംവിധാനത്തെ തകർക്കുക എന്ന് പറയുന്ന പ്രധാന ലക്ഷ്യവും, അതുപോലെ തന്നെ ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യവും നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കുന്നതിനു വേണ്ടി ഇറാൻ്റെ ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ വിജയിച്ചു എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഏത് നിലയ്ക്കാണോ ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ മേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അതേ തോതിൽ തന്നെ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായിട്ടും ആക്രമണത്തിന് ശേഷം ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞത് തന്നെ, അമേരിക്ക ഞങ്ങളുടെ 3 ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചിട്ടുള്ള ബോംബുകളുടെ അതേ എണ്ണത്തിലുള്ള ബോംബുകൾ മാത്രമാണ് അമേരിക്കൻ എയർബേസിൽ ഇറാനും വർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. അതായത് അടിക്ക് തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഇറാൻ കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഓരോ ഘട്ടത്തിലും, ഈ സംഘർഷ സാഹചര്യങ്ങൾ രൂക്ഷമാവുന്ന ഘട്ടത്തിലെല്ലാം ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന ഘട്ടത്തിലെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട് ഇറാൻ. അത്തരത്തിലുള്ള ഇറാൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണിപ്പോൾ ടെഹ്റാനിൽ തിങ്ങിക്കൂടിയിട്ടുള്ള ജനങ്ങളും വിശേഷിപ്പിക്കുന്നത്. ആ നേതൃത്വത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എങ്ങുമെത്താതെ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സിത, ശരി, അതിലാണ് ആ വിവരങ്ങൾ നൽകിയത്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമാനമായ സാഹചര്യം അത് അവസാനിപ്പിച്ചതായി ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്.